ഉത്സവത്തിന് കൊടിയേറി. കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. സപ്താഹയജ്ഞത്തിനും തുടക്കമായി. കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. ഏപ്രിൽ 4-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. രാവിലെ 1008 നാളികേരത്തിന്റെ മഹാഗണപതി ഹവനത്തിന് ശേഷമായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ. തന്ത്രി അടിമുറ്റത്ത് പടം സുരേഷ് ഭട്ടതിരി, മേൽശാന്തി PU ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ. തുടർന്ന് നാരായണീയ പാരായണം, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, കൊടിയേറ്റ് സദ്യ എന്നിവയും നടന്നു. കുമ്പിക്കാട്ടുപടം വിഷ്ണുവാണ് യജ്ഞ ആചാര്യൻ. നെടുമ്പന സനൽ, തലവൂർ രാജൻ, വെളിയം ബിജു, നെടുമ്പന രാജേന്ദ്രൻ എന്നിവർ യജ്ഞ പൗരാണികരാണ്. ചേർത്തല സജിത്ത് തിരുമേനിയാണ് യജ്ഞ ഹോതാവ്. കൊടിയേറ്റ് ചടങ്ങുകൾക്ക് PN സദാശിവൻ, S മഹേശ്വരി, P രാമചന്ദ്രൻ പിള്ള, N ഗോപാലകൃഷ്ണൻ നായർ, PN മധുസൂദനൻ, S അരുൺ, രാകേഷ് വാസുദേവ, PU ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുള്ളിക്കണക്ക് ഗുരുസികാമ മഹാദേവ ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവത്തിൻ്റെ ആദ്യ ചടങ്ങെന്ന നിലയിൽ ഭഗവാന്റെ തൃക്കൊടി ഏറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിയേറ്റ് രാവിലെ 9:30-നും 10:30-നും ഇടയുള്ള ഇടവൻ രാശി ശുഭമുഹൂർത്തത്തിൽ അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നമ്മുടെ കൊടിയേറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന തെക്കേക്കരക്കാരുടെ കെട്ടുകാഴ്ചയുണ്ട് ഇന്നത്തെ ഒന്നാം ഉത്സവം. പിന്നെ തുടർന്ന് ഓരോ ദിവസങ്ങളിലും ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾക്ക് പുറമെ ക്ഷേത്രത്തിലെ ഉത്സവാദി കലശങ്ങളും അതുപോലുള്ള ചടങ്ങുകൾക്ക് പുറമേ തന്നെ വിവിധ മേഖലകളിൽ നിന്നും പല ഭാഗങ്ങളിലും ഓരോ കരക്കാരുടെ കണക്ക് കെട്ടുകാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ ഡാൻസ്, നാടകം, കലാപരിപാടികൾ, ഭജന, അതുപോലുള്ള കഥകളി, അതുപോലുള്ള കലാരൂപങ്ങളും ഈ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.